ഇത് ചില്ല സെൻറ്റർ ഫോർ ഹാബിലിറ്റേഷൻ കരകുളം തിരുവനന്തപുരം. ഓട്ടിസവും ഡെവലപ്മെൻറ്റൽ ചലഞ്ചസും ഉള്ള കുട്ടികൾക്ക് ഉള്ളൊരു ട്രെയിനിങ് സെൻ്ററാണ്. കുട്ടികളല്ല, അഡൽസിന് ഓട്ടിസവും ഡെവലപ്മെൻറ്റൽ ചലഞ്ചസും ഉള്ള ആളുകൾക്കുള്ളൊരു ട്രെയിനിങ് സെൻ്ററാണ്. ഞങ്ങൾ ട്രെയിൻ ചെയ്ത് പ്ലേസ്ഡ് ആക്കാനാണ് ശ്രമിക്കുന്നത്. നമ്മൾ എങ്ങനെയൊക്കെ പരിശീലിപ്പിച്ചാലും കുറച്ച് പേർക്ക് ജോലി കിട്ടത്തില്ല. വലിയ ബുദ്ധിമുട്ടാണ് ഇവർക്ക് ജോലി കിട്ടാൻ. അതുകൊണ്ട് ഇവർക്കൊരു സ്ഥിര വരുമാനം ഉറപ്പാക്കാൻ വേണ്ടി ഞങ്ങളുടെ ഒരു സംരംഭമാണിത്. ഇവിടെ ടീഷർട്ടുകളുണ്ട്, ബാഗുകളുണ്ട്, സ്റ്റാൻഡേർഡ് കാൻഡിൽസ് ഉണ്ട്, മഞ്ചാടിയിലുണ്ടാക്കിയ മാല, വള തുടങ്ങിയ സാധനങ്ങളൊക്കെ ഉണ്ട്, ഓർണമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ വാങ്ങിക്കുക. അല്ലാതെ ഡൊണേറ്റ് ചെയ്യാനായിട്ട് QR കോഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരം ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും ഒരു ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം നിറവേറ്റും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. താങ്ക് യു. ഗാന്ധി ജയന്തി എന്തായി? ഗാന്ധി ജയന്തി ആരുടെ ബർത്ത്ഡേ നമ്മള് ഗാന്ധി ജയന്തിയായിട്ട് ആഘോഷിക്കണേ? ആരുടെ അതിശേ? വെരി ഗുഡ്. ആരുടെ ബർത്ത്ഡേ നമ്മള് ഒക്ടോബർ 2 ഗാന്ധി ജയന്തിയായിട്ട് ആഘോഷിക്കുന്നേ? മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. ഗാന്ധിജിയുടെ ബർത്ത്ഡേ ആണ് നമ്മുടെ ഒക്ടോബർ 2 ഗാന്ധി ജയന്തിയായിട്ട് ആഘോഷിക്കുന്നത്. തേർട്ടീൻത് ഫിലിം ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് ഇവിടെ അമ്മയുടെ സ്റ്റാളിൽ, അമ്മയുടെ ഇടത്തിൽ ചില്ല എന്ന് പറയുന്ന ഞങ്ങളുടെ സംഘടന ഒരു ഇടം തന്നിരിക്കുകയാണ്. അതായത് ചില്ല എന്ന് പറയുന്ന ഓട്ടിസവും മറ്റ് മാനസിക വെല്ലുവിളികളും നേരിടുന്ന കുട്ടികളെ സംരക്ഷിക്കുക എന്ന കർമ്മം നിർവഹിക്കുന്ന ഒരു സംഘടനയാണ്, ഒരു സൊസൈറ്റിയാണ്. ഇവിടെ സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെയാണ് ഏറ്റവും കൂടുതൽ സംരക്ഷിക്കുന്നത്. അതും ഫ്രീ ആയിട്ടാണ്. ഒരു 18 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം കുട്ടികൾ അവരുടെ വിദ്യാഭ്യാസ കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ 4 ചുവരുകൾക്കുള്ളിൽ കഴിയുന്ന ഒരു രംഗമാണ് എപ്പോഴും കാണുക. പക്ഷേ അത്തരം കുട്ടികളെ പുറത്ത് കൊണ്ടുവന്ന് അവർക്ക് അവരുടെ സ്കില്ല് എന്താണെന്ന് കണ്ടെത്തി ആ സ്കില്ലിനനുസരിച്ച് അവർക്ക് ഡെവലപ്മെൻറ്റ് ചെയ്യാൻ എന്തെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുമോ അത് നമ്മൾ ചെയ്യുന്നു. അങ്ങനെ അവർക്കൊരു
അവരുടെ ആ സ്കിൽ ഡെവലപ്പ് ചെയ്ത് അവർക്ക് എന്തെങ്കിലും അവർക്ക് ഒരു ഒന്നുകിൽ ഗവൺമെൻറ് ഏറ്റെടുക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനികളിൽ അവരെ കയറ്റിവിടുക. അവരുടെ ഏതൊക്കെ മേഖലകളിലാണ് അവരുടെ സ്കിൽ ഡെവലപ്പ് ചെയ്യുന്നത് അത്തരം മേഖലയുണ്ടെങ്കിൽ കയറ്റിവിടുക. ഒന്നും പറ്റാത്ത കുട്ടികളെ നമ്മൾ ഇത്തരം സംരംഭങ്ങളിലേക്ക് കയറ്റിവിട്ട് അവർക്കൊരു നിശ്ചിത വരുമാനം ഉണ്ടാക്കി കൊടുക്കുക. അങ്ങനെ എല്ലാ കുട്ടികളെയും അവർക്ക് അവരുടെ കുടുംബമായിട്ടൊരു സന്തോഷകരമായൊരു ജീവിതം കെട്ടിപ്പടുത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശശുദ്ധി. അപ്പോൾ ആ ഒരു കർമ്മം നിർവഹിച്ചാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ചില്ലയുടെ ജനറൽ സെക്രട്ടറിയാണ്. പിന്നെ ഇപ്പോൾ ഇവിടെ ഈ 30th ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൻ്റെ ഈ പ്രോഗ്രാം നടക്കുമ്പോൾ അമ്മയുടെ സ്പേസിലാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്ഥലം തന്നിരിക്കുന്നത്. ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൻ്റെ കഴിഞ്ഞ ജനറൽ കൗൺസിൽ മെമ്പറായിരുന്നു ഞാൻ. അമ്മയുടെ മെമ്പറാണ്, അതുപോലെ തന്നെ ജില്ലയുടെയും ഭാരവാഹിയാണ്. അങ്ങനെ ഞങ്ങൾ ഈ കുട്ടികളെ പൊതുസമൂഹമായി ഇടപഴക്കി അവരെ പൊതുസമൂഹത്തിനോട് ചേർന്ന് നിൽക്കത്തക്ക രീതിയിൽ അവരൊരു ഇൻക്ലൂസീവായിട്ട് അവരെ ചേർന്ന് നിൽക്കത്തക്ക രീതിയിൽ അവരെ പ്രാപ്തരാക്കുക എന്നതാണ് ഞങ്ങളുടെ മെയിൻ ഉദ്ദേശം. ഒരു ഇടപഴകൽ ഇതിൽ സെയിൽസിലൂടെ അവരുണ്ടാക്കിയ ഉൽപ്പന്നങ്ങളാണ് ഇവിടെ വിറ്റഴിക്കുന്നത്. ആ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുക എന്നതിനപ്പുറമായിട്ട് അത്തരം ഒരു ഇടപഴകൽ മാനസികമായും ഒക്കെയുള്ള ഒരു ഇടപഴകൽ ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ഉദ്ദേശം. അത് വൻപിച്ച ഭൂരിപക്ഷത്തോടു കൂടി ഇപ്പം നേതാക്കൾ ജയിക്കുന്നത് പോലെ വൻപിച്ച രീതിയിൽ അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് സന്തോഷം. ജില്ലാ സെൻറ്റർ ഫോർ ഹാബിറ്റേഷൻ്റെ ഭാഗമായിട്ട് കുട്ടികളെ നമ്മൾ ട്രെയിൻ ചെയ്യിച്ചിട്ട് അവരെ കൊണ്ടുണ്ടാക്കുന്ന കുറച്ച് പ്രോഡക്റ്റാണ്. അപ്പം നമ്മളെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ കുട്ടികളെ ട്രെയിൻ ചെയ്യിക്കുകയും അവരെ കമ്പനികളിൽ പ്ലേസ് ചെയ്യിപ്പിക്കുക എന്നുള്ള ഒരു മാന്യമായ ജോലിയിലേക്ക് പ്ലേസ് ചെയ്യുക എന്നുള്ള. പക്ഷേ എത്ര ആയാലും പ്ലേസ് ചെയ്യാത്ത കുറച്ച് കുട്ടികളുണ്ടാവും, അതായത് മോഡറേറ്റ് ലെവലുള്ള കുട്ടികളൊക്കെ. അവരെ നമ്മൾ ഷെൽട്ടർ എംപ്ലോയ്മെൻറ്റ് എന്നുള്ള നിലയ്ക്ക് കുറച്ച് അധികം വരുമാനം കിട്ടുന്ന ഒരു പ്രോഡക്റ്റുകൾ, വളരെ വ്യത്യസ്തമായ കുറച്ച് പ്രോഡക്റ്റ് ഉണ്ടാക്കുക എന്നുള്ള. അതിൽ തന്നെ ഇവരുണ്ടാക്കുന്ന മെഴുകുതിരി ഉണ്ട്, വളരെ സെൻറ്റഡ് ആയിട്ടുള്ള മെഴുകുതിരി, ഫ്ലോട്ട് എഴുതുന്ന മെഴുകുതിരി, മഞ്ചാടിയുടെ മാലകൾ. ഇത് ശരിക്കും ആക്ച്വലി മാല എന്ന് പറയുമ്പോൾ മാല മാത്രം ഉണ്ടാക്കുക എന്നുള്ളതല്ല, അവരുടെ മോട്ടോർ മൂവ്മെൻറ്റ്, ഐ ഹാൻഡ് കോർഡിനേഷൻ ഒക്കെ ഇതിലൂടെ നടക്കുന്നുണ്ട്. അപ്പോൾ ആ തരത്തിലുണ്ടാക്കുന്ന കുറച്ച് പ്രോഡക്റ്റുകളാണ് ഇത്. അതുപോലെ മുത്തിൻ്റെ സാധനങ്ങൾ, മെഴുകുതിരി, ബാഗ് പ്രിൻറ്റിങ്, ക്ലോത്ത് പ്രിൻറ്റിങ് ഒരു ഭാഗമായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഷെൽട്ടർ എംപ്ലോയ്മെൻറ്റ് ഉള്ളത്. ഓപ്പൺ എംപ്ലോയ്മെൻറ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ അവരെ കമ്പനികളിലേക്ക് പ്ലേസ് ചെയ്യുന്നു. അതുപോലെ മറ്റ് സ്ഥാപനങ്ങളിലേക്കൊക്കെയാണ് പ്ലേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കരകുളം മുണ്ടക്കിലാണ് നമ്മുടെ സെൻറ്റർ ജില്ല. ഓരോരോ കഴിവുകൾ നമുക്ക് ജന്മനാ തന്നെ ഉണ്ടായിരിക്കും. അത് നമ്മൾ തിരിച്ചറിയുന്നില്ല, നമുക്ക് തിരിച്ചറിയാനുള്ള സാഹചര്യം ഉണ്ടാവുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാനുള്ള തോന്നിയത്. എൻ്റെ പേര് സായി കൃഷ്ണ. ഞാൻ ഒരു ഡബിങ് ആർട്ടിസ്റ്റാണ്. കൂടാതെ സ്വന്തമായിട്ടൊരു മൂവി ചെയ്തു, സീ ഓഫ് ലവ്, ഇപ്പോൾ മനോരമ മാക്സിലുണ്ട്. അതുപോലെ തന്നെ നമ്മൾക്ക് അതായത് വൈകല്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാഴ്ചപ്പാടിൽ ഇങ്ങനെയുള്ളവരെ നമ്മൾ വൈകല്യം എന്ന് പറയും. പക്ഷേ ഇതിലും വളരെ മോശകരമായ വൈകല്യമുള്ളവരാണ് നമ്മുടെ സമൂഹത്തിലുള്ളത്. അപ്പോൾ അവരെക്കുറിച്ചാണ് നമ്മൾ ഒന്നുകൂടെ ചിന്തിക്കേണ്ടതുള്ളത്. അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ നമ്മൾ യാതൊരു സപ്പോർട്ടും ചെയ്യാതെ അവരെ കൊണ്ട് പോലും ഇങ്ങനെയുള്ള കാര്യത്തിൽ സപ്പോർട്ട് ചെയ്യിക്കുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഒരു കഴിവെന്ന് പറഞ്ഞത്. ഇതൊക്കെ ഉണ്ടല്ലേ, ഇതൊക്കെ ഒരു നിസ്സാരമായ ഒരു സംഭവം കൊണ്ട് ഉണ്ടാക്കിയതാണ്. മഞ്ചാടിക്കുരിയൊക്കെ നമ്മുടെ തൊടികൂടെ ഇഷ്ടംപോലെ ചാടി കിടക്കണ്ടായിരിക്കും. ഞങ്ങളുടെയൊക്കെ നാട്ടിലുണ്ട്, ഞാൻ പാലക്കാടാണ് നാട്. പക്ഷെ നമ്മൾ ആരും ഇത് കണ്ടറിയണില്ല എന്നുള്ളതാണ്. ഇതിൽ തന്നെ എത്രയോ ബ്രില്യൻ്റ് ഉള്ളതൊക്കെ നോക്ക്. ഇതൊക്കെ ഒരു തുളച്ചിട്ട് അതിങ്ങനെ ഉണ്ടാക്കിയെടുത്തു എന്നുള്ളതാണ്. ഇത്രയും ഭംഗിയോടുകൂടി അത് ആ ചരട് ഇത് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. ആ ഗ്ലേസിങ്ങോടുകൂടി അതിനകത്ത് കോർത്തിണക്കുക. അതുപോലെ അവരുടെ മെഴുകുതിരി സംഭവം, ആഹാ ഇതൊക്കെ നോക്കി എത്ര മനോഹരമാണെന്നൊക്കെ, ഒരു ഏഞ്ചലാന്ന് തോന്നുന്നു. ഇതൊക്കെ ഉണ്ടാക്കാമെന്നുണ്ടെങ്കിൽ അവർക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരു കുഴപ്പമില്ല, നമ്മൾ കൂടെ ഉണ്ടായാൽ മതി. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിലും നമ്മുടെ സമൂഹത്തിൽ അറിയപ്പെടുന്ന ആൾക്കാരാണെങ്കിലും രാഷ്ട്രീയക്കാരാണെങ്കിലും നമ്മുടെ ലോകത്ത് ഇങ്ങനെയുള്ള കുറച്ച് കഴിവുകളുള്ള കുട്ടികളെ സമൂഹം മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അവരുടെ രക്ഷിതാക്കൾക്ക് മാറ്റി നിർത്തപ്പെടാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവരോടൊപ്പം കൂടി നിന്നിട്ട് നമ്മൾ അവർക്ക് വേണ്ടി എത്ര ചെയ്താലും മതിയാവില്ല. കാരണം നമ്മളൊക്കെ എത്രയോ പൈസ ഫുഡ് കഴിച്ചും അവിടെ ടൂർ പോയിട്ട് നമ്മുടെ കുട്ടിയുടെ ബർത്ത്ഡേ ആഘോഷിച്ചും നമ്മൾ കുട്ടികളെ കൊണ്ട് വെക്കേഷനൊക്കെ പോയിട്ട് ചിലവാക്കുന്നുണ്ട്. അതിൻ്റെ ഒരു അംശം പോലും ഇങ്ങനെയുള്ള കുട്ടികളോടൊപ്പം കൂടാനും അവരോടൊക്കെ സമയം ചിലവഴിക്കാനും നമ്മുടെ കുട്ടികളെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. നമുക്ക് വേറെ തലമുറയെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. എന്നാലാണ് നമുക്കൊരു സമത്വം ഉണ്ടാവുള്ളൂ. എല്ലാവർക്കും ഒരേപോലെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ. ഞാൻ ഫസ്റ്റ് സ്കൂളിൽ നിന്നാണ് ആ സ്കൂളിലോട്ട് വന്നത്. ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. പിന്നെ നല്ല സപ്പോർട്ടാണ് സാറന്മാരും ടീച്ചർമാരും ജില്ലയിൽ എല്ലാവരും സപ്പോർട്ടാണ്. പിന്നെ ഒരുപാട് നടന്മാരൊക്കെ കാണാൻ പറ്റി, നടന്മാരായിട്ട് പരിചയപ്പെടാനൊക്കെ പറ്റി.
പിന്നെ നമ്മൾ 2 ബസ്സിലൊക്കെ കയറിയിട്ടുണ്ട്. കോട്ടൂർ ടൂറൊക്കെ പോയിട്ടുണ്ട്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ ജില്ല സ്കൂളിൽ നിന്ന് നമുക്ക് പഠിക്കാനൊക്കെ പറ്റി. പിന്നെ എല്ലാവർക്കും നമ്മുടെ അടുത്ത് ഭയങ്കര സ്നേഹമാണ്. അതുമാത്രമല്ല കുറച്ചൊക്കെ സഹായിക്കും. പിന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞുകൂടാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തരും. നമ്മൾ എങ്ങനെയാണ് മറ്റുള്ളവരുടെ പെരുമാറുന്ന രീതിയൊക്കെ അവർ പഠിപ്പിച്ചു തരും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർ പറഞ്ഞു തരും. പിന്നെ അവിടെ വരുന്ന കുറേ ആൾക്കാരെ നമുക്ക് പരിചയപ്പെടാനും എൻ്റെ ജന്മനാൾ പോലും അവിടെ ആഘോഷിക്കാൻ പറ്റി. പിന്നെ അവിടെ ഒരു ക്യാമ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ വന്ന് ഒരുപാട് കുട്ടികളെ പരിചയപ്പെടാൻ പറ്റി. എവനെ പോലും ആ ക്യാമ്പിലാണ് പരിചയപ്പെടാൻ പറ്റിയത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആ സ്കൂളുമായി നല്ലൊരു ഇതായിരുന്നു ആ അനുഭവം. സംഭവങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മഞ്ചാടിയുടെ ഞാൻ ഒത്തിരി നാളായിട്ട് ഈ ഇൻസ്റ്റയിലൊക്കെ വരുന്നതുകൊണ്ട് ഞാനിത് എടുക്കണം. പക്ഷേ ഇപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോഴാണ് എനിക്കത് സാധ്യമായി. ഞാനൊരു മാലയൊക്കെ വാങ്ങിയിട്ടുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾ എത്ര പാടുപെട്ടിട്ടാണ് അത്രയും സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അവർക്കൊരു പ്രചോദനം, അവർക്കൊരു ഇതൊക്കെ ആവട്ടെ. എന്തായാലും വളരെ നന്നായിട്ടുണ്ട് കേട്ടോ. കുഞ്ഞുങ്ങൾ ഇത്രയും കഴിവുള്ള കുഞ്ഞുങ്ങളെ ഈ രീതിയിൽ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരുന്നതിന് ഏറ്റവും വലിയൊരു കാര്യമാണ്. ഭയങ്കര രസമുണ്ട്. ഓക്കെ സാറേ, ഓക്കെ, താങ്ക് യു.